സർ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് കളിയെ ഭയങ്കര ഒരു മത്സരം എന്നതിനപ്പുറത്തേക്ക് വൈകാരികമായി കാണുന്ന കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ 2022 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഒരു T20 മത്സരത്തിൽ അന്ന് ഇന്ത്യ ജയിച്ചു, പാകിസ്ഥാൻ തോറ്റു. സ്വാഭാവികമായിട്ടും ജയവും തോൽവിയും ഉണ്ടാവുമല്ലോ. പക്ഷേ അന്ന് ഈ ഇംഗ്ലണ്ടിൽ, ബ്രിട്ടനിൽ കുറച്ച് ഹിന്ദുക്കൾക്ക് നേരെ ഒരു ആക്രമണം, ഒരു കലാപശ്രമം നടന്നു. അതിന് ഉത്തരവാദി ഒരു മജീദ് ഫ്രീമാൻ ആണെന്നും കേട്ടു. നമ്മുടെ നാട്ടിലെ പത്രങ്ങളിൽ ഈ വാർത്തയൊന്നും വരില്ല, അതുകൊണ്ടാണ് സാറിൻ്റെ അടുത്ത് ചോദിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അയാൾക്ക് ശിക്ഷ വിധിക്കുകയല്ലോ ചെയ്തോ കോടതി? മജീദ് ഫ്രീമാന് ഇന്നലെ 22 വർഷം തടവ് കോടതി വിധിച്ചു. 22 വർഷം? അതെ. ഇനിയുള്ള കാലം, ഇപ്പോൾ അധികം പ്രായമൊന്നും ആയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇനിയുള്ള വർഷങ്ങളൊക്കെ കോടതിയിൽ കഴിയാം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ. ജഡ്ജി അമർ മെഹ്താദ് ആണ്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പൗരനാണ് അദ്ദേഹം, പക്ഷേ പശ്ചാത്തലം ഇസ്ലാമിക പശ്ചാത്തലം തന്നെയാണ് ജഡ്ജിക്കും. അമർ മെഹ്താദ് ആണ്. അപ്പോൾ ലെയ്സെസ്റ്ററിലാണ് ഈ കലാപം നടന്നത്. കലാപശ്രമമൊന്നുമല്ല, കലാപം ശരിക്കും നടന്നു. അമ്പലമൊക്കെ കത്തിച്ചു, വീടുകളൊക്കെ കത്തിച്ചു, വലിയ സംഭവമായിട്ട് ഹിന്ദുക്കളെ കുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നോടെ. അപ്പോൾ 2002 ഈ ലെയ്സെസ്റ്റർ കലാപം, ഹിന്ദു വിരുദ്ധ കലാപം, ആ കലാപത്തിൽ പ്രകോപനം ഉണ്ടാക്കാൻ, ആളുകളെ കലാപത്തിന് വേണ്ടി തിരിച്ചുവിടാൻ ഇയാൾ, ഈ മജീദ് ഫ്രീമാൻ, തെറ്റായ വിവരങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. വെറുതെ മോസ്ക് കത്തിച്ചിട്ടില്ലെങ്കിലും ഹിന്ദുക്കൾ മോസ്ക് കത്തിച്ചു എന്നൊക്കെ ഇയാൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക അല്ലേ, എന്നിട്ട് അതിൽ കൂടെ ഒരു കലാപം സൃഷ്ടിക്കുക. മാപ്പിള കാലത്തും ഇങ്ങനെ ചെയ്തിരുന്നു. ഏതോ മമ്പ്രം മോസ്ക് കത്തിച്ചു എന്നൊക്കെ. അന്ന് ഡിജിറ്റൽ അല്ലല്ലോ, അറിയില്ലല്ലോ, വിശ്വസിക്കുകയല്ലേ മാർഗമുള്ളൂ. ചെവി കൂടെ കേട്ട് പോകുന്നു എന്നല്ലേ. അങ്ങനെയൊക്കെയാണ് ഈ അക്രമങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രചരിപ്പിച്ച് പച്ചക്കള്ളോ മിസ്ഇൻഫർമേഷൻ, തെറ്റായ വിവരങ്ങളും ഒക്കെ കൊടുത്ത് പ്രചരിപ്പിച്ച് ഇയാൾ കലാപം ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു കേസ്. അപ്പോൾ ഒരുപാട് തെളിവുകൾ കോടതിയിൽ വന്നിട്ടുണ്ടാവുമല്ലോ. അത് മുഴുവൻ നമ്മുടെ മുമ്പിലില്ല, ഈ തെളിവുകൾ മുഴുവൻ. എന്നാലും നോർത്താംപ്റ്റൺ മജിസ്ട്രേറ്റ് കോടതിയാണ് ജഡ്ജി അമർ മെഹ്താദ്. അദ്ദേഹമാണ് 22 കൊല്ലത്തേക്ക് ഇയാളിപ്പോൾ ജയിലിലേക്ക് വിട്ടിരിക്കുന്നത്. അക്രമാഹ്വാനം, പിന്നെ അശ്ലീലം, പ്രകോപനം, ഇങ്ങനെ. ഈ അവിടെ ഒരു ഹിന്ദു സംഘടനയുണ്ട് ബ്രിട്ടനിൽ, ഇൻസൈറ്റ് UK എന്ന് പറഞ്ഞാൽ, അവരാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമൊക്കെ നടത്തിയത്. ശരിപ്പേര് ഇയാളുടെ മജീദ് ഫ്രീമാൻ എന്നല്ല, മജീദ് നൗസാർക്ക എന്നാണ്. ഹിന്ദു സ്വത്തുക്കൾ, ക്ഷേത്രങ്ങൾ ഒക്കെ അന്ന് ലെയ്സെസ്റ്ററിൽ ആക്രമിക്കപ്പെട്ടു. മനുഷ്യരും ആക്രമിക്കപ്പെട്ടു, ഹിന്ദു സ്ത്രീകൾ, പുരുഷന്മാരൊക്കെ ആക്രമിക്കപ്പെട്ടു. ഈ ഇസ്ലാമിക വെബ്സൈറ്റുകൾ, 5 Pillars കേജ് എന്ന് പറഞ്ഞ് 2 ഇസ്ലാമിക വെബ്സൈറ്റുകളുണ്ട് പ്രധാനപ്പെട്ടത്. അവർ ഇങ്ങനെ 22 കൊല്ലത്തെ ശിക്ഷ ഇയാൾക്ക് കിട്ടിയത് അവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ മറച്ചു വെച്ചിട്ടില്ല. ഇത് മറച്ചു വയ്ക്കുന്നത് ആരാ? നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളാണ്. പിന്നെ മീഡിയ വൺ കൊടുത്ത് പ്രക്ഷേപണം ചെയ്താലും മാധ്യമം പ്രസിദ്ധീകരിച്ചാലും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് കൊടുക്കില്ല. അവർ ചെയ്താലും കൊടുക്കില്ല, അവർ ചെയ്താൽ പോലും കൊടുക്കില്ല. കാരണം ഞങ്ങളുടെ വായനക്കാർ ഇതറിയണില്ല. ഞങ്ങളുടെ വായനക്കാർക്കിടയിലും മുസ്ലിങ്ങൾ ധാരാളം ഉണ്ടെന്നൊക്കെ അവർ പറയും. ജൂലൈയിൽ ആണ് കുറ്റപത്രം കൊടുത്തിരുന്നത്. ഇയാൾ ഈ ഹമാസിനെയൊക്കെ പിന്തുണയ്ക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. 2023 ജൂലൈ 9 അറസ്റ്റ് ചെയ്തു. 2022 ഡിസംബർ 26 മുതൽ 2023 ജൂൺ 20 വരെ ഉള്ള കാലത്ത് ഇയാൾ നടത്തിയ ഈ ഭീകരപ്രവർത്തനം ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തിരുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ 2015 മാർച്ച് 11 പഴയൊരു കേസും ഇതിൻ്റെ കൂടെ ഉണ്ട്. അന്ന് 2015 തന്നെ ഇയാൾ ഈ കലാപത്തിനൊരാഹ്വാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാരമ്പര്യമുണ്ട് ഇങ്ങനെ ചെയ്ത്. അതായത് ഫ്രാൻസിൽ ചാർലി ഹെബ്ദോ എന്ന് പറഞ്ഞൊരു വാരിക ആക്രമിച്ചല്ലോ, ഒരു കാർട്ടൂണിന്റെ പ്രവാചകൻ നിന്ന് ആരോപിച്ചു.
ഫ്രാൻസിലെ ചാർലി എബ്ദോ ആക്രമണത്തിനെ തുടർന്ന് ബ്രിട്ടനിൽ മുസ്ലിങ്ങൾ കലാപം നടത്തണമെന്ന് ആഹ്വാനം ചെയ്ത വിദ്വാനാണ് ഇയാൾ. ഫ്രാൻസിന് പുറമെ ബ്രിട്ടനിലും അല്ലേ? 2015 ഈ കേസ് 2022 2015 ബ്രിട്ടനിൽ ഈ പ്രശ്നത്തിൽ കലാപം നടത്തണമെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട ആളാ ഇയാള്. ഈ ലെയ്സെസ്റ്റർ കലാപം എന്താണെന്ന് നോക്കാം. ഇനി 2022 ഓഗസ്റ്റ് 28 ആണ് ഉണ്ടാവുന്നത്. T20 കളിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ജയിച്ചു. അപ്പോൾ അവിടെ ലെയ്സെസ്റ്ററിൽ ഇന്ത്യൻ പതാകയെ ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ, ഒരു മുസ്ലിം കൂട്ടം അപമാനിച്ചു ഇന്ത്യൻ പതാകയെ. അതെങ്ങനെയാണ് അപമാനിച്ചത് എന്നൊന്നും റിപ്പോർട്ടുകളിൽ കാണുന്നില്ല. അപമാനിച്ചു. ഹിന്ദുക്കൾ ആ സാഹചര്യം ശാന്തമാക്കി. ഒരു പോക്കിരി എന്തോ ചെയ്തു എന്നുള്ള മട്ടിലെടുത്തിട്ട് ശാന്തരായിട്ടിരുന്നു. ആ അപമാനിച്ച വ്യക്തി ഉണ്ടല്ലോ, അയാളെയും വെറുതെ വിട്ടു. അയാളെ സേവ് ചെയ്യുക ചെയ്തത്. അവനെ നമ്മളൊന്നും ചെയ്യണ്ട എന്നുള്ള മട്ടിലാണ് നിന്നത് ഹിന്ദുക്കൾ. പക്ഷേ ഈ മജീദ് ഫ്രീമാൻ പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. ഹിന്ദുക്കൾ ശാന്തരായിട്ടാണ് ഇരുന്നതെങ്കിലും ഈ മജീദ് ഫ്രീമാൻ പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. അവിടെയുള്ള ഹിന്ദുക്കൾ ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾക്ക് മരണം എന്ന് പ്രചരിപ്പിച്ചു. മരണം മുസ്ലിങ്ങളെ കൊല്ലണം എന്നുള്ള അർത്ഥത്തിൽ അത് അങ്ങനെ അവർ അവിടെ മുഴുവൻ പ്രചരണം അയച്ചു വിടുന്നു എന്ന് ഇയാൾ പച്ചക്കള്ളം സോഷ്യൽ മീഡിയയിൽ ട്വിറ്ററിൽ ഇയാൾ എന്നിട്ട് ട്വിറ്ററിൽ എഴുതി ഹിന്ദുക്കൾ ഖുറാനെ അപമാനിച്ചു എന്നെഴുതി. സംഭവം എന്താണ്? ഇന്ത്യൻ പതാകയെ അപമാനിച്ചു എന്നുള്ള ഒറ്റ സംഭവം ഉണ്ടായിട്ടുള്ളൂ. ഇയാൾ എഴുതി ഖുറാനെ അപമാനിച്ചു എന്നെഴുതി. 30-ലധികം ഹിന്ദുക്കൾ ഒരു മുസ്ലിം യുവാവിനെ ആക്രമിച്ചു എന്നും പച്ചക്കള്ളം എഴുതി. ഹിന്ദുക്കൾ ശാന്തരായിട്ടായിരുന്നേ, അപമാനിച്ച ആളെ വെറുതെ വിടുകയാണ് ചെയ്തത്. എന്നിട്ട് ഒരു മുസ്ലിം യുവാവിനെ ആക്രമിച്ചു എന്നും ഇയാൾ എഴുതി. സെപ്റ്റംബർ 4 ആയപ്പോഴേക്കും ഇതൊക്കെ വിശ്വസിച്ച ആളുകളെല്ലാം കൂടി ഹിന്ദുക്കളെ ആക്രമിക്കാൻ തുടങ്ങി. ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം തുടങ്ങി. ഹിന്ദുക്കളുടെ വീട്ടിൽ അക്രമികൾ കയറി പലതും അടിച്ചു തകർത്തു. തെരുവിൽ ഹിന്ദുവിനെ കണ്ടാൽ ആക്രമിക്കാൻ തുടങ്ങി. ട്വിറ്ററിൽ ഫ്രീമാൻ പിന്നെയും ഈ കള്ളം എഴുതിക്കൊണ്ടിരുന്നു. സെപ്റ്റംബർ 4 മുതൽ 7 വരെ മുസ്ലിം കൂട്ടങ്ങൾ വലിയ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങി ഹിന്ദുക്കൾക്കെതിരെ. ഗണേശ ചതുർത്ഥി, വിനായക ചതുർത്ഥി ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ. അവിടെ വിനായക ചതുർത്ഥി ദിവസം ഈ ഭഗവത് വിഗ്രഹങ്ങൾ, ചിത്രങ്ങളൊക്കെ ഇല്ലേ, ഇതിൻ്റെയൊക്കെ നേരെ മൊട്ടയെറിഞ്ഞു. ഒരു ഹിന്ദുവിനെ വീട്ടിൽ നിന്ന് വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കുത്തി അയാളുടെ മേലിൽ. അതിനെ തടുത്ത അയാളുടെ അമ്മായിയെ ആക്രമിച്ചു. സെപ്റ്റംബർ 12 ഹിന്ദുക്കൾ മുസ്ലിം പെൺകുട്ടികളെ റാഞ്ചി കൊണ്ടുപോയി എന്ന് പച്ചക്കള്ളം എഴുതി മജീദ് ഫ്രീമാൻ. ഇത് മുഴുവൻ പോലീസ് കൊറോബറേറ്റ് ചെയ്യാൻ നോക്കിയിട്ടോ, തെളിവുണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്ന്. ഒന്നും കണ്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഹിന്ദുക്കൾക്ക് ഭീഷണി ഉണ്ടായി. ഈ റാഞ്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദുവിനെതിരെ അതെങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മജീദ് ഫ്രീമാൻ സോഷ്യൽ മീഡിയയിൽ ആ ഹിന്ദു യുവാവിൻ്റെ കാർ നമ്പർ കൊടുത്തു, അയാളുടെ ലൊക്കേഷൻ, അയാൾ താമസിക്കുന്ന സ്ഥലവും പറഞ്ഞു. അപ്പോൾ ആ യുവാവിനെ വെറുതെ റാഞ്ചി എന്ന് പറഞ്ഞ് കള്ളം പ്രചരിപ്പിച്ച് അയാൾക്കെതിരെ അക്രമം അരങ്ങേറി. എന്നിട്ടാണ് ഇയാൾ ഒരു മോസ്ക് ഹിന്ദുക്കൾ ആക്രമിച്ചു എന്ന് പച്ചക്കള്ളം പ്രചരിപ്പിച്ചത്. സിറിയയിൽ ജിഹാദിന് യൂറോപ്യൻ മുസ്ലിങ്ങളോട് നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു ഇയാളെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീടുള്ള അന്വേഷണത്തിൽ ഇയാൾ അൽ-ഖ്വയ്ദയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു, ISISനും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്നൊക്കെ അന്വേഷണത്തിൻ്റെ ഇടയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കലാപ ആഹ്വാനത്തിലൂടെ ഈ മുസ്ലിം കുടിയേറ്റക്കാർ വലിയ പ്രശ്നങ്ങളല്ലേ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇനി സൃഷ്ടിക്കുക? അതെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ അതൊരു പ്രശ്നമായി വന്നിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ ഫ്രാൻസിൽ
ഈ ഇടതുപക്ഷ വിഭാഗത്തിൻ്റെ കൂടെയാണല്ലോ മറ്റേ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ, യൂറോപ്യൻ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിച്ചു. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ഈ ത്രിശങ്കു വോട്ടാണല്ലോ വന്നത്. അത് കഴിഞ്ഞിപ്പോൾ മറ്റേ പ്രധാനമന്ത്രിയെ നിയമിച്ചല്ലോ മാക്രോൺ. പ്രസിഡന്റ് മാക്രോൺ പ്രധാനമന്ത്രി എടുത്തപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂട്ടത്തിൽ നിന്നല്ല എടുത്തത്, ഒരു വലതുപക്ഷക്കാരനെ തന്നെയാണ് പ്രധാനമന്ത്രി ആക്കിയിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഇടതുപക്ഷം അവിടെ വഴിയിലൊക്കെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷവും ഇല്ല ഇടതുപക്ഷം. ഇനി ആ സഖ്യത്തിൽ നിന്ന്, മാക്രോണിൻ്റെ സഖ്യത്തിൽ ഉണ്ടായിരുന്നു ഇടതുപക്ഷം, അവർ ഇനി വിട്ടുപോകുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയണം. ഇപ്പോൾ അതിനെതിരെ പ്രക്ഷോഭങ്ങൾ. വലതുപക്ഷക്കാരനെ മാക്രോൺ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയാക്കി? ഈ കുടിയേറ്റ പ്രശ്നം യൂറോപ്പിലാകമാനം പടരുന്നത് കൊണ്ടാണ്, കുടിയേറ്റക്കാർക്കെതിരായ വികാരം അവിടെ പടർന്നത് കൊണ്ടാണ്. അദ്ദേഹം കുറേ 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പ്രധാനമന്ത്രിയെ വെച്ചിരിക്കുന്നത്, ആരെ വെക്കണം എന്നറിയാതെ. പക്ഷെ വെച്ചപ്പോൾ വലതുപക്ഷക്കാരനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതാണിപ്പോൾ യൂറോപ്പിലെ വികാരം. അടുത്തിടെ നമ്മൾ ബ്രിട്ടനിലെ തന്നെ, ബ്രിട്ടനിലും അടുത്ത സമയത്ത് ഒരു പയ്യൻ കുഞ്ഞുങ്ങളെ 4 പെൺകുട്ടികളെ കുഞ്ഞുങ്ങളെ കൊന്നില്ലേ, 7 വയസ്സും 4 വയസ്സും ഒക്കെ ഉള്ള കുട്ടികളെ. അതും അതിനെ സംബന്ധിച്ചിട്ടും ധാരാളം അവിടെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ശാന്തമായിട്ടുണ്ട്. ഇത് അവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കുടിയേറ്റ വിരുദ്ധത ഒരു ഇഷ്യൂ ആണ്. ഇപ്പം അമേരിക്കയിലും കുടിയേറ്റം ഇഷ്യൂ ആണല്ലോ. ട്രംപും കമലാ ഹാരിസും സംസാരിക്കുമ്പോഴും അതങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കാരണവശാലും അറിയാൻ പറ്റാത്തൊരു വാർത്തയാണ് ഈ ബ്രിട്ടനിലെ ഇങ്ങനെ ഒരു സംഭവം. 22 വർഷം തടവിന് ശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞാൽ ആ ബ്രിട്ടീഷ് കോടതിയുടെ ഒരു നല്ല പ്രവൃത്തിയായിട്ട് തന്നെ കാണണം. നമ്മുടെ നാട്ടിലേക്ക് ഒരു ജീവപര്യന്തം എന്ന് തുല്യമായ ശിക്ഷ അല്ലേ? എന്തായാലും ഇത്തരം വാർത്തകൾ ഇനിയും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.